നവകേരള സദസ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇന്ന് 4 മണ്ഡലങ്ങളിലാണ് സദസ്സ് നടക്കുന്നത്. ഷാജഹാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, എങ്ങനെയാണ് ജില്ലയിലെ പര്യടനം നടക്കുന്നത്? ഇനി മറ്റേതൊക്കെ മണ്ഡലങ്ങളാണ് ബാക്കിയുള്ളത്? എങ്ങനെയാണ് പരിപാടിയുടെ ക്രമീകരണങ്ങൾ? രാവിലെ പ്രഭാത യോഗത്തിന് ശേഷമാണ് നവകേരള സദസ്സിന്റെ പരിപാടികൾ ആരംഭിച്ചത്. രാവിലെ 11 മണിയോടുകൂടി ആലപ്പുഴ SGV ഗ്രൗണ്ടിലാണ് വൻ ജനാവലിയെ സാക്ഷിയെത്തി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനങ്ങളുമായിട്ട് സംസാരിച്ചത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ദിവസം എത്തിയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് വൻ ജനപങ്കാളിത്തമാണ്. മറ്റു ജില്ലകളിൽ നിന്നും കൂടുതലായിട്ട് ജനങ്ങൾ ആലപ്പുഴയിലെ ഓരോ പരിപാടിയിലും കഴിഞ്ഞ ദിവസം അരൂർ മണ്ഡലത്തിലേതും ചേർത്തല മണ്ഡലത്തിലേതും ഒക്കെ സമാനമായ രീതിയിലാണ് ആലപ്പുഴയിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമ്പലപ്പുഴ മണ്ഡലത്തിന്റേതും അതിനുശേഷം കുട്ടനാട് മണ്ഡലത്തിന്റേതും പിന്നീട് ഹരിപ്പാട് മണ്ഡലം, ഈ 3 മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കാനുള്ളത്. രാവിലത്തെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനായിട്ട് പിരിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുക. ഒട്ടനവധി ആളുകളാണ് ഇപ്പോൾ തന്നെ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിലെ താൽക്കാലികമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പരാതികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥരും മറ്റും ജാഗ്രതയോടുകൂടി എത്തിയിട്ടുണ്ട്. നിരവധി പരാതികളും അവരുടെ ആശങ്കകളും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഈ 2-3 പരിപാടികളാണ് അവശേഷിക്കുന്നത്. അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, ഈ 3 മണ്ഡലങ്ങളാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ. നാളെ പുലർച്ചയോടുകൂടി വീണ്ടും കായംകുളത്ത് നിന്നും നവകേരള സദസ്സ് യാത്ര തിരിക്കും. ശരി, ഷാജഹാനാണ് ആ വിവരങ്ങൾ നൽകിയത്.